വിട്ട് വരുമ്പോഴേക്കും വീട്ടിലുള്ള 2-3 ചേരുവകൾ വെച്ച് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. വേവിക്കാത്ത ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റ് നമുക്ക് ചീവിയെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ അരിമോദകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യാം. 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കടലമാവ് മുഴുവനും ചേർത്തുണ്ട് കേട്ടോ. ഈ മിക്സിന്റെ പാകം ഇത്ര കട്ടിയിൽ ഉണ്ടാവണം കേട്ടോ. ബാറ്റർ ഒരിക്കലും ലൂസ് ആവാൻ പാടില്ല. ഇതിലേക്ക് മല്ലിയില ചേർക്കുന്നുണ്ട്, കറിവേപ്പില, പച്ചമുളക്. ഒന്നും കൂടി മിക്സ് ചെയ്ത് ബാറ്റർ മാറ്റി വെക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. മൈദ കലക്കി എടുത്തുട്ടാ ഈ പാകത്തിനാണ് വേണ്ടത്. 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്, ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഉണ്ടാക്കിയ ചപ്പാത്തി തന്നെ വേണമെന്നില്ല കേട്ടോ, ബാക്കി വരുന്നില്ലേ ആ ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. എല്ലാം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇതിന്ന് 2 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ മൈദയുടെ മിക്സി സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഒരു പീസ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്, ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം ഈ 2 എണ്ണം വെച്ച് ഒട്ടിച്ചെടുക്കാം. ഈ മിക്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ ചപ്പാത്തിയുടെ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം കോട്ടിങ് കൊടുത്തോളൂ കേട്ടോ. ഷാലോ ഫ്രൈ ആണ് ചെയ്യണേ, അതിനാവശ്യമുള്ള എണ്ണ പാനിൽ ചൂടാവാനും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ള എള്ള് സ്പ്രെഡ് ചെയ്യണ്ടേ. ഈ 2 ഭാഗം നമുക്ക് മൊരിപ്പിച്ചെടുക്കണം. അടിഭാഗം ആയിണ്ടാവും, നമുക്കൊന്ന് മറച്ചിടാം. ഒരെണ്ണം റെഡി ആയിട്ട് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ബാക്കി വന്ന ചപ്പാത്തിയോ അല്ല അപ്പം ഉണ്ടാക്കിയ ചപ്പാത്തിയോ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.